പയ്യന്നൂർ കൊച്ചിയിൽ 3 വീടുകളിൽ കവർച്ച. അടുത്തടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ 2 മൊബൈൽ ഫോണുകളും 150-ലേറെ തേങ്ങയും മോഷ്ടാവ് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പയ്യന്നൂർ കൊച്ചിയിലെ എം ചന്ദ്രന്റെ വീട്ടിൽ നിന്നും 2 മൊബൈൽ ഫോണുകൾ മോഷണം പോയത്. പുലർച്ചെ 2:30ഓടെയായിരുന്നു സംഭവം. ചാരിയ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് 2 മൊബൈൽ ഫോണുകളുമായി കടന്നു കളയുകയായിരുന്നു. മോഷ്ടാവിൻ്റെതെന്ന് കരുതുന്ന ഒരു സൈക്കിൾ വീടിനടുത്ത റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ രാവിലെ കണ്ടെത്തിയിരുന്നു. കാരണം ഒരു മണിയിൽ കഴിയും. ഇന്നലെ 12 മണിക്ക് ഓഫാക്കിയിട്ട് കിടന്നു. 12 മണിക്ക് കിടന്നതിന് ശേഷം പിന്നെ ഒരു 4 മണിക്ക് അറിയുന്നു. 4 മണിക്ക് വെച്ചാൽ മൊബൈൽ കാണുന്നില്ല. പിന്നെ ഞാൻ ചില മോനെടുക്കലുണ്ട്. മോനെടുക്കാൻ നോക്കിയിട്ട് മോൻ്റെ റൂമിൽ തപ്പും മോൻ്റെ ഫോണും കാണുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഇവിടെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഇവിടെ ബൾബില്ല, 9 പീസാണ്. ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ഒരു ബെൽറ്റ് ഉണ്ട്, അതിക്കിടുന്ന ആ ബെൽറ്റും മൊബൈലിൻ്റെ ചെറിയ കവറുണ്ട്, ആ ബെല്ലും വീണ്ടും ഈ മേശുണ്ട്. അങ്ങനെ രാവിലെ പോയിട്ട് വയലിൽ പോയി സംഭവം വന്നു. വയലിൽ വന്നു കുറച്ചു മാറിയുള്ള പി അമ്പുവിന്റെ വീട്ടുമുറ്റത്ത് മോഷ്ടാവെന്ന് സംശയിക്കുന്ന ആൾ നടക്കുന്നതിന്റെയും വീട്ടുവരാന്തയിൽ വെച്ച കുട എടുക്കുന്നതിന്റെയും ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം മുൻപാണ് ഇതിനടുത്ത CC രാമകൃഷ്ണന്റെ വീട്ടുപരിസരത്ത് കൂട്ടിയിട്ട 160ഓളം തേങ്ങകളും മോഷണം പോയത്. തേങ്ങ പൊതിച്ച് മോഷ്ടാവ് കടന്നു കളയുകയായിരുന്നു. ഞാനൊരു 5 ദിവസം മുമ്പ് ഒരു തേങ്ങ പറിച്ച് കൂട്ടിയിട്ട് തേങ്ങയാണ്. ഞാൻ ബുധനാഴ്ച വന്നിട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ പകുതി തേങ്ങ കളവ് പോയിരിക്കുന്നു. കഴിച്ച ബാക്കിയുള്ള തേങ്ങ മാത്രം ഇപ്പം എനിക്ക് കിട്ടും. മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.